പാം സൺഡേയ്ക്കുള്ള ഒരു വചനപ്രഘോഷണം. നിങ്ങൾ അവനോടൊപ്പം താമസിക്കുമോ? കഴിഞ്ഞയാഴ്ച പ്രധാന വാർത്തകളിൽ ഒരു ദുഃഖകരമായ കുറിപ്പുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പൊതുജീവിതത്തിലെ ഒരു ഉന്നത വ്യക്തിത്വമായ ശ്രീമതി സോണിയാഗാന്ധിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്നുള്ള മണിക്കൂറുകളിൽ സോഷ്യൽ മീഡിയയും പൊതുചത്വരവും രണ്ടായി പിളർന്നു. ചില ശബ്ദങ്ങൾ പ്രാർത്ഥനകളും യഥാർത്ഥ ആശങ്കയും പ്രകടിപ്പിച്ചു. മറ്റു ചിലർ, ഇതാണ് ഓരോ ക്രിസ്ത്യാനിയെയും നിർത്തേണ്ടത്. രാഷ്ട്രീയ വിയോജിപ്പ് മനുഷ്യ കഷ്ടപ്പാടിന്റെ ലളിതമായ വസ്തുതയെ ഇല്ലാതാക്കിയതുപോലെ ഞെട്ടിപ്പിക്കുന്ന ക്രൂരതയോടെയും ഏതാണ്ട് സന്തോഷത്തോടെയും പ്രതികരിച്ചു. കഷ്ടപ്പാടെന്താണെന്ന് നമ്മൾ മറന്നുപോയോ? നമ്മൾ വിയോജിക്കുമ്പോഴും കഷ്ടപ്പാട് കഷ്ടപ്പാടായി തുടരുന്നു. അതൊരു പാർട്ടി ചിഹ്നം ധരിക്കുന്നില്ല. അതടിക്കുന്നതിനു മുമ്പ് നമ്മുടെ വോട്ടിംഗ് കാർഡ് ആവശ്യപ്പെടുന്നില്ല. ഈ പാം സൺഡേയിൽ നമ്മൾ പ്രഖ്യാപിക്കുന്ന സുവിശേഷം നമ്മെ തിരിഞ്ഞു നോക്കാൻ അനുവദിക്കുന്നില്ല. ഇന്ന് വിശുദ്ധവാരത്തിന്റെ ഉമ്രപ്പടിയിലാണ് നാം നിൽക്കുന്നത്. സഭ മഹത്തായ വാരം എന്ന് വിളിക്കുന്ന ആഴ്ച. 2000 വർഷങ്ങൾക്ക് മുമ്പ് 2 ഘോഷയാത്രകൾ ജെറുസലേമിൽ പ്രവേശിച്ചു. പടിഞ്ഞാറുനിന്ന് റോമൻ ഗവർണർ പീലാത്തോസ് കുതിരകൾ, കവചങ്ങൾ, വാളുകൾ, സാമ്രാജ്യത്തിന്റെ പൂർണ്ണ ആഡംബരത്തോടെ അധികാരഘോഷയാത്ര വന്നു. കിഴക്കുനിന്ന് യേശു വന്നു. പടക്കുതിരയുടെ പുറത്ത് കയറിയല്ല, കടം വാങ്ങിയ കഴുതയുടെ പുറത്ത് കയറിയിരുന്നു. ഏറ്റവും താഴ്ന്ന ഭാരം ചുമക്കുന്ന മൃഗം. ജനക്കൂട്ടം കൈപ്പള്ളകൾ വീശി ഹോസന്ന എന്നാർത്തു വിളിച്ചു. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ അതേ ശബ്ദങ്ങൾ അവനെ ക്രൂശിക്കുക എന്നാർത്തു വിളിച്ചു. കഴുത എന്ന തന്റെ കവിതയിൽ ചെസ്റ്റർട്ടൺ ഈ വിരോധാഭാസത്തെ കൃത്യമായി പകർത്തി. മത്സ്യങ്ങൾ പറന്നുയർന്നപ്പോൾ, വനങ്ങൾ നടന്നപ്പോൾ, മുള്ളിന്മേൽ അത്തിപ്പഴങ്ങൾ വളർന്നപ്പോൾ, ചന്ദ്രൻ രക്തമായ ഒരു നിമിഷം, പിന്നെ തീർച്ചയായും ഞാൻ ജനിച്ചു. വിഡ്ഢികളെ, കാരണം എനിക്കും എന്റെ സമയമുണ്ടായിരുന്നു. ഒരതികഠിനവും മധുരവുമായ മണിക്കൂർ. എന്റെ ചെവികളിൽ ഒരു നിലവിളിയുണ്ടായിരുന്നു. എന്റെ കാലുകൾക്ക് മുൻപിൽ ഈന്തപ്പഴങ്ങളുമുണ്ടായിരുന്നു. കഴുതയ്ക്ക് പരിഹാസ്യനായി, നിന്ദിതനായി, ഭൂമിയുടെ കീറിപ്പറിഞ്ഞ നിയമവിരുദ്ധനായി തോന്നി. പക്ഷേ ആ ഒരു മണിക്കൂറിനുള്ളിൽ അത് മഹത്വത്തിന്റെ രാജാവിനെ വഹിച്ചു. നിങ്ങളും ഞാനും പലപ്പോഴും ആ കഴുതയെപ്പോലെ തോന്നുന്നു. ചെറുത്, അവഗണിക്കപ്പെട്ട, അപര്യാപ്തം. എന്നിട്ടും ക്രിസ്തു നമ്മെ കൃത്യമായി നമ്മുടെ ചെറിയ അവസ്ഥയിൽ അധികാരഘോഷയാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു ലോകത്തേക്ക് തന്റെ സ്നേഹം കൊണ്ടുപോകാൻ തിരഞ്ഞെടുക്കുന്നു. എല്ലാ ബലിയാൾത്തരത്തിനു മുകളിലായി തൂങ്ങിക്കിടക്കുന്ന ക്രൂശിരൂപത്തെ നോക്കൂ. അത് വേദനയുടെ മഹത്വവൽക്കരണമല്ല. നമ്മുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് ദൈവം സുരക്ഷിതമായി അകന്നു നിന്നിട്ടില്ല എന്നതിന്റെ അൽത്തിമ അടയാളമാണിത്. അവൻ അതിൽ പ്രവേശിച്ചു. തോട്ടത്തിലെ വഞ്ചന, പത്രോസിന്റെ നിഷേധം, ശിഷ്യന്മാരുടെ ഉപേക്ഷണം, വ്യാജ ആരോപണങ്ങൾ, ചാട്ടവാറൽ, നഖങ്ങൾ അവൻ അനുഭവിച്ചു. നാം ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നുമ്പോൾ, ഒരു നേതാവ് ആശുപത്രിയിൽ കിടക്കുമ്പോൾ, ലോകം പരിഹസിക്കുമ്പോൾ, നമ്മുടെ സ്വന്തം ഹൃദയങ്ങൾ ഭാരപ്പെടുമ്പോൾ അവൻ മനസ്സിലാക്കുന്നു. അവൻ അവിടെയുണ്ടായിരുന്നു. പീഠാനുഭവ വിവരണം നമ്മിൽ ഓരോരുത്തരോടും അന്ത്യാത്താഴത്തിൽ ശിഷ്യന്മാർ കേട്ട അതേ തുളച്ചുകയറുന്ന ചോദ്യം ചോദിക്കുന്നു. ഞാനോ കർത്താവേ? മത്തായി 26:22. 30 വെള്ളിക്കാശിന് യൂദാസ് ഒറ്റിക്കൊടുത്തു. കോഴി കൂവുന്നതിനു മുമ്പ് പത്രോസ് 3 തവണ നിഷേധിച്ചു. അവരിൽ ഓരോരുത്തരും പരാജയപ്പെട്ടു. എന്നിട്ടും ക്രിസ്തു വിശ്വസ്തനായി തുടർന്നു. അവൻ അവരെ റദ്ദാക്കിയില്ല. ക്രൂരതയ്ക്ക് പകരം ക്രൂരത ചെയ്തില്ല. അവൻ അവരുടെ കാലുകൾ കഴുകി, അവരോടൊപ്പം അപ്പം നുറുക്കി. കുരിശിൽ അവൻ പ്രാർത്ഥിച്ചു, പിതാവേ, അവർക്ക് ക്ഷമിക്കണമേ, കാരണം അവരെന്താണ് ചെയ്യുന്നത് എന്നവർ അറിയുന്നില്ല. അതാണ് സുവിശേഷത്തിന്റെ അപവാദം. ക്രിസ്തു എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെട്ടു. വിശ്വസ്തർക്കും അവിശ്വസ്തർക്കും, ശക്തർക്കും അശക്തർക്കും, തന്നെ സ്നേഹിക്കുന്നവർക്കും തന്നെ നിരസിക്കുന്നവർക്കും വേണ്ടി. അവൻ നമ്മെയും അതേ വിശ്വാസത്തിലേക്ക് വിളിക്കുന്നു. ഈ ആഴ്ചയിൽ നമ്മൾ പഠിക്കുന്നത്, വിശ്വാസം ഭയത്തിന്റെയോ സംശയത്തിന്റെയോ അഭാവമല്ല. വിശ്വസിക്കുക എന്നാൽ ശാഠ്യവും ദൈനംദിനവുമായ തിരഞ്ഞെടുപ്പാണ്. എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ലൂക്കോസ് 22:42. അതുകൊണ്ട് ഈ പാം ഞായറാഴ്ച നമ്മുടെ ഓരോരുത്തരുടെയും മുൻപിൽ വെക്കുന്ന ചോദ്യം വളരെ ലളിതമാണ്. നമ്മൾ അവനോടൊപ്പം നിൽക്കുമോ? പ്രാർത്ഥന വരണ്ടതായി തോന്നുമ്പോൾ, തലക്കെട്ടുകൾ നമ്മെ ദേഷ്യപ്പെടുത്തുമ്പോൾ, സത്യത്തിനുവേണ്ടി നിലകൊള്ളുന്നത് സൗഹൃദത്തിനോ പ്രശസ്തിക്കോ വില നൽകുമ്പോൾ നമ്മൾ തുടരുമോ? ഒരു രാഷ്ട്രീയ എതിരാളി ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ ക്രിസ്തു തന്നെ അവിടെ തറച്ചവർക്കെല്ലാം നൽകിയ അനുകമ്പ നമ്മൾ നൽകുമോ?
അതോ പരിഹസിച്ചും പിന്നാലെ ചുരുണ്ടും നിൽക്കുന്ന അധികാരഘോഷയാത്രയിൽ നമ്മൾ ചേരുമോ? ഈ നിമിഷത്തോട് നേരിട്ട് സംസാരിക്കുന്ന മറ്റൊരു ഉപമ ചെസ്റ്റർട്ടൺ നമുക്ക് നൽകുന്നു. വേലിയുടെ ഉപമ. ഒരാധുനിക പരിഷ്കർത്താവ് ഒരു റോഡിനു കുറുകെ ഒരു പഴയ വേലി കാണുന്നു, എന്നിട്ട് പറയുന്നു, ഇതിന്റെ ഉപയോഗം എനിക്ക് കാണുന്നില്ല, നമുക്കത് നീക്കം ചെയ്യാം. നിനക്കതിന്റെ ഉപയോഗം കാണുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ അത് നീക്കം ചെയ്യാൻ അനുവദിക്കില്ല, പോയി ചിന്തിക്കൂ, പിന്നെ തിരിച്ചുവന്ന് അതിന്റെ ഉദ്ദേശം നിനക്ക് മനസ്സിലായി എന്ന് പറയൂ എന്ന് ജ്ഞാനി മറുപടി പറയുന്നു. കരുണയെ കീറിമുറിക്കുന്നതിനു മുമ്പ്, കഷ്ടപ്പാട് മറുഭാഗത്താണ് എന്നുകൊണ്ട് അതിനെ പരിഹസിക്കുന്നതിനു മുമ്പ് നമ്മൾ ചോദിക്കുന്നതായിരിക്കും നല്ലത്. 2000 വർഷമായി സഭ നമ്മുടെ ശത്രുക്കൾക്ക് പോലും കരുണ കാണിക്കണമെന്ന് നിർബന്ധിച്ചത് എന്തുകൊണ്ടാണ്? കാരണം കുരിശിൽ തൂങ്ങിക്കിടന്നവൻ അവിടെ വേലി സ്ഥാപിച്ചു. അത് നീക്കം ചെയ്താൽ നമ്മൾ കൂടുതൽ സ്വതന്ത്രരാവുകയല്ല, നമ്മൾ കൂടുതൽ ക്രൂരരാവുന്നു. ഈ വിശുദ്ധവാരത്തിൽ സഭ നമ്മെ കാഴ്ചക്കാരാകാനല്ല ക്ഷണിക്കുന്നത്, ക്രിസ്തുവിനോടൊപ്പം വഴിയിൽ നടക്കാനാണ് അവൾ ക്ഷണിക്കുന്നത്. പെസഹ വ്യാഴാഴ്ച നമ്മൾ അവന്റെ കാലുകൾ കഴുകുന്നത് കാണും. ദുഃഖവെള്ളിയാഴ്ച നമ്മൾ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കും. വിശുദ്ധ ശനിയാഴ്ച നമ്മൾ കല്ലറയുടെ നിശബ്ദതയിൽ കാത്തിരിക്കും. ഈസ്റ്ററിൽ നമ്മൾ അസാധ്യമായ വിജയാരവം കേൾക്കും. എന്നാൽ ഇന്ന് രാവിലെ ആശുപത്രിവാതിൽക്കൽ നമ്മുടെ ഹൃദയം ഉപേക്ഷിച്ചാൽ അതൊന്നും ആധികാരികമാകില്ല. അതുകൊണ്ട് ഈ ആഴ്ച വ്യത്യസ്തമാവട്ടെ. യുദ്ധക്കുതിരയ്ക്ക് പകരം നമുക്ക് കഴുതയുടെ പാത തിരഞ്ഞെടുക്കാം. ക്രിസ്തുവിന്റെ സ്നേഹം ഏറ്റവും ചിലവേറിയ ലോകത്തേക്ക് നമുക്കെത്തിക്കാം. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ, നമ്മുടെ ടൈം ലൈനുകളിലൂടെ, നമ്മുടെ കുടുംബങ്ങളിലൂടെ, നമ്മുടെ രാഷ്ട്രീയത്തിലൂടെ. ശ്രീമതി സോണിയാഗാന്ധിക്കു വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ ഡോക്ടർമാർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. അവരെ സ്നേഹിക്കുന്നവർക്കും എതിർക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്വന്തം ഹൃദയം പരിശോധിക്കൂ. കർത്താവേ, അത് ഞാനാണോ? ഞാൻ കരുണ തടഞ്ഞുവെച്ചിട്ടുണ്ടോ? കഷ്ടപ്പാടിന്റെ അർത്ഥം ഞാൻ മറന്നോ? ക്രിസ്തു നമുക്കുവേണ്ടി സ്വയം ശൂന്യനാക്കി. ഇപ്പോൾ അവൻ ചോദിക്കുന്നു, നമ്മൾ വിയോജിക്കുന്നവർക്ക് ഒരു കപ്പ് തണുത്ത വെള്ളമെങ്കിലും അല്ലെങ്കിൽ ഒരു നിശബ്ദ പ്രാർത്ഥനയെങ്കിലും അർപ്പിക്കുമോ? ബുദ്ധിമുട്ടാവുമ്പോൾ നമ്മൾ അവനോടൊപ്പം നിൽക്കുമോ? ഇന്ന് നമ്മുടെ കൈകളിൽ ഈന്തപ്പഴങ്ങളുണ്ട്. പള്ളിയിൽ മാത്രം നമുക്കവയെ വീശാതിരിക്കാം. ക്രൂരതയ്ക്ക് ക്രൂരത കൊണ്ട് മറുപടി പറയാൻ വിസമ്മതിക്കുകയും പുനരുത്ഥാന വാഗ്ദാനത്തോടെ എല്ലാ കുരിശിനും ഉത്തരം നൽകുകയും ചെയ്യുന്ന രാജ്യത്തിന്റെ അടയാളങ്ങളായി നമുക്കവയെ ലോകത്തിലേക്ക് കൊണ്ടുപോകാം. കഴുതപ്പുറത്ത് കയറിയ ലോഡ് ഈ ആഴ്ച നമ്മുടെ ഹൃദയങ്ങളിൽ സവാരി ചെയ്യട്ടെ. കാൽവരി വരെയും അതിനപ്പുറവും നമുക്ക് അവനോടൊപ്പം നിൽക്കാൻ ധൈര്യമുണ്ടാവട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആമേൻ.